ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സെക്കൻഡ് ടൈം എക്സാമിന് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് നമ്മുടെ ഇൻറ്റഗ്രേഷൻ ഡേ 1, ഇൻറ്റഗ്രേഷൻ ഡേ 2 അഥവാ ഉത്കൃതനം 1ാം ദിവസം 2ാം ദിവസം എന്നീ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് പാർട്ട് 1 വീഡിയോ കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കൂട്ടുകാരായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ചാനലിൽ 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത്തരത്തിൽ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. വീക്കിലി 3 days ആണ് ക്ലാസ് ഉണ്ടായിരിക്കുക. അതിനായിട്ട് കൂട്ടുകാർക്ക് വെറും 89 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഒരു കാര്യം, വെറുതെ മക്കൾ മെസ്സേജ് അയക്കാത്ത ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള കാര്യം അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് എക്സാമിൻ്റെ മിസ്സായി പോകും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മഴ വന്നപ്പോൾ എന്നതാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, മഴ വന്നപ്പോൾ മാളു എഴുതിയ കുട്ടിക്കവിത നോക്കൂ. അപ്പോൾ നമുക്കൊരു മഴയുടെ ചിത്രമൊക്കെ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് നമുക്ക് തന്നിട്ടുള്ള കവിത നോക്കിക്കേ. ചാറി ചാറി പെയ്യുന്നു, നല്ലൊരു പുതുമഴ പെയ്യുന്നു, പാടത്തെല്ലാം പെയ്യുന്നു, ഞാറുകൾ നിന്നു കളിക്കുന്നു എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. ചിത്രം നോക്കി മഴ എവിടെയെല്ലാം പെയ്തു എന്ന് കണ്ടെത്തൂ, കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കുക മക്കളെ, ചിത്രത്തിൽ എവിടേക്കാണ് പെയ്യുന്നത്? നമുക്ക് മലയുടെ മുകളിൽ പെയ്യുന്നത് കാണാം, പുഴയുടെ മുകളിൽ പെയ്യുന്നത് കാണാം അല്ലേ. ഇതൊക്കെ നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ മഴ പെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്ക് കൂടുതൽ വരികൾ ചേർക്കാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, നമുക്ക് എന്ത് എഴുതാം? കുന്നിൻ മുകളിൽ പെയ്യുന്നു, വെള്ളച്ചാലുകൾ ഒഴുകുന്നു, പുഴയുടെ മുകളിൽ പെയ്യുന്നു, മീനുകൾ ചാടി തുള്ളുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി മക്കൾക്ക് പുതിയ വരികളൊന്നും ചേർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിത്രം നോക്കിയിട്ട് എവിടേക്കാണ് പെയ്യുന്നത് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇത് നോക്കിക്കേ, കുന്നിൻ മുകളിൽ പെയ്യുന്നു, പിന്നെ പുഴയുടെ മുകളിൽ പെയ്യുന്നു എന്ന് നമ്മൾ എഴുതിയില്ലേ, അതുപോലെ ചിത്രത്തിൽ കാണുന്നത് ബാക്കി എഴുതിയാൽ മതി കേട്ടോ. അവിടെ മരം കാണുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് എഴുതാം മരത്തിന് മുകളിൽ പെയ്യുന്നു എന്നുള്ള കാര്യം മക്കൾക്ക് എഴുതാം കേട്ടോ. അത് ടീച്ചർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് എഴുതാൻ ഒരു പ്രയാസമുള്ള കൂട്ടുകാരുടെ അടുത്താണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് തന്നെ എഴുതണമെന്നില്ല. ഇനി വീടിൻ മുകളിൽ പെയ്യുന്നു എന്ന് മക്കൾക്ക് എഴുതാം, അല്ലെങ്കിൽ കുടയുടെ മുകളിൽ പെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. അങ്ങനെയൊക്കെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത്? കുന്നിൻ മുകളിൽ പെയ്യുന്നു, വെള്ളച്ചാലുകൾ ഒഴുകുന്നു, പുഴയുടെ മുകളിൽ പെയ്യുന്നു, മീനുകൾ ചാടി തുള്ളുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ദെൻ നമുക്ക് അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ചിത്രം നോക്കി മഴ എവിടെയെല്ലാം പെയ്തു എന്ന് കണ്ടെത്തൂ അല്ലേ. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ എവിടെയെല്ലാം വെള്ളം നിറയും എന്നുകൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ എവിടെയെല്ലാം വെള്ളം നിറയും, അതിന് ശരി നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എവിടെയെല്ലാം വെള്ളം നിറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിക്കേ മക്കളെ, കുന്ന്, കുളം, വയൽ, മരം, പുഴ. എവിടേക്കാണ് മക്കളെ നിറയുക? കുളത്തിൽ വെള്ളം നിറയും, വയലിൽ വെള്ളം നിറയും, പിന്നെയോ പുഴയിലും എന്താവും മക്കളെ? വെള്ളം നിറയും. അപ്പോൾ അത് 3ഉമാണ് മക്കൾ ടിക്ക് ചെയ്യേണ്ടത് കേട്ടോ. ശരിയിടാണേ വേണ്ടത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചിത്രം നോക്കി എഴുതൂ. ആനയും മൈനയും കൂടി പഴങ്ങൾ തേടി കാട്ടിലേക്ക് പോയ വഴിയിൽ കണ്ട കാഴ്ചകൾ നോക്കൂ, ചിത്രം നോക്കി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രം നോക്കിയിട്ട് ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? വാക്യങ്ങളാക്കി എഴുതണം. ആദ്യം നമുക്ക് ഓരോ ചിത്രത്തിലും എന്താണ് കാണുന്നത് എന്ന് പറയാം അല്ലേ. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു കൊക്ക് മീനിനെ കൊത്തിയെടുക്കുന്നതാണ് അല്ലേ. പിന്നെ എന്താണ് കാണുന്നത് മക്കളെ? ഇതെന്താണ്? വവ്വാലാണ് അല്ലേ. വവ്വാൽ, നമ്മൾ ആവല് എന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ.
അതെന്ത് ചെയ്യാണ്, തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വാഴയുടെ ആ ഒരു പൂവിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ചിത്രത്തിൽ എന്ത് കാണുന്നുണ്ട്, ഒരു അണ്ണാന് മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്, ഒരു വെള്ളത്തിൽ ഒരു താറാവുണ്ട്. ഇതാണ് നമുക്ക് ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ചിത്രത്തിന് യോജിച്ച വാക്യം മക്കൾ അവിടെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതണം. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് എന്ത് പറയാം, കൊക്ക് മീനിനെ പിടിക്കുന്നു. കൊക്ക് മീനിനെ പിടിക്കുന്നു. മക്കൾക്ക് എഴുതാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അടുത്ത് നമുക്ക് എന്താ പറയാം, വവ്വാൽ തേൻ കുടിക്കുന്നു അല്ലേ. വവ്വാൽ തേൻ കുടിക്കുന്നു. ദെൻ അണ്ണാൻ മാമ്പഴം തിന്നുന്നു. താറാവ് വെള്ളത്തിൽ നീന്തുന്നു അല്ലേ. താറാവ് വെള്ളത്തിൽ നീന്തുന്നു. അപ്പം ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വാക്യങ്ങൾ എത്തിച്ചേർക്കാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടോ കൂട്ടുകാരെ? അപ്പോൾ ഇങ്ങനെയാണ് മക്കൾക്ക് ചിത്രം നോക്കിയിട്ട് വാക്യം എഴുതാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിത്രത്തിൽ എന്താണ് കാണുന്നത് എന്നുള്ളത് മക്കൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു നോക്കുക. അതെന്താണെന്നുള്ളത് ആദ്യം കൺഫേം ആക്കിയതിന് ശേഷം അതിന് ഇത്തരത്തിൽ ചെറിയ വാക്യങ്ങളാക്കിയിട്ട് മക്കൾ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 5 മാർക്കിനുള്ള പ്രവർത്തനങ്ങളാണ് മക്കൾ ഇത്തരത്തിൽ വരിക. അപ്പം മക്കൾ എന്ത് ചെയ്യണം, മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യണം. മക്കൾ വേടിക്കല്ലോ അല്ലേ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ മക്കളെ. നോക്കിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, പഴങ്ങളെ സൂചന പോലെ പട്ടികയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് പഴങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് മക്കളെ, മുന്തിരി, റംബൂട്ടാൻ, മാമ്പഴം, കശുമാങ്ങ, മാതള നാരങ്ങ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പഴങ്ങളെയൊക്കെ നമ്മൾ തരംതിരിച്ചിട്ട് പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പട്ടികയാക്കാനാണ്. മഞ്ഞ നിറമുള്ളവ, ധാരാളം വിത്തുള്ളവ, കുലയായി ഉണ്ടാകുന്നവ, ഇങ്ങനെയാണ് പഴങ്ങളെ പട്ടികപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പഴങ്ങളുടെ പേരുകളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിച്ചോളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പോവാം അല്ലേ. മഞ്ഞ നിറമുള്ളതിൽ കൂട്ടത്തിൽ നമുക്ക് ഏതൊക്കെ ഉൾപ്പെടുത്താം. മഞ്ഞ നിറമുള്ളതിൽ നമുക്ക് മാമ്പഴം, അതുപോലെ തന്നെ കശുമാങ്ങ അല്ലേ. അപ്പോൾ മഞ്ഞ നിറമുള്ളതിൽ അത് രണ്ടും നമുക്ക് എഴുതാം കേട്ടോ. മാമ്പഴം അതുപോലെ തന്നെ കശുമാങ്ങ കേട്ടോ. അത് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം. മഞ്ഞ നിറമാണ് മാമ്പഴം, അതുപോലെ തന്നെ കശുമാങ്ങ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. മാമ്പഴം അതുപോലെ തന്നെ കശുമാങ്ങ. ദെൻ ധാരാളം വിത്തുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ, മുന്തിരിയിലെ ഒരു വിത്ത് മാത്രമാണോ, അല്ല, ഒന്നിൽ കൂടുതൽ വിത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മാതള നാരങ്ങ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ. മുന്തിരി, പിന്നെയോ മാതള നാരങ്ങ അല്ലേ. മാതള. അടുത്തത് കുലയായി ഉണ്ടാകുന്നവ. കുലയായി ഉണ്ടാകുന്നത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. റംബൂട്ടാൻ അതുപോലെ തന്നെ മുന്തിരി അല്ലേ. വീണ്ടും മുന്തിരി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. കുലയായി ഉണ്ടാകുന്നതിൽ നമുക്ക് മുന്തിരിയുടെ പേര് ഉൾപ്പെടുത്താം കേട്ടോ. മുന്തിരി അതുപോലെ തന്നെ റംബൂട്ടാൻ അല്ലേ. ഇതും എന്താണ്, കുലയായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പം ഇത്തരത്തിൽ പഴങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ മഞ്ഞ നിറത്തിലുള്ളവയുടെ ഏതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മാമ്പഴം അതുപോലെ തന്നെ കശുമാങ്ങ, പിന്നെ ധാരാളം വിത്തുള്ളവയിൽ മുന്തിരി അതുപോലെ തന്നെ മാതള നാരങ്ങ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുലകുലയായി കാണപ്പെടുന്നവയിലും മുന്തിരിയും റംബൂട്ടാനുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും തന്നെ നോക്കിയിരിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ് കേട്ടോ. അപ്പം എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം ഈസി ആയിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.